ഇന്ന് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കറിയില്ലായിരുന്നല്ലോ. അങ്ങനെ ഞാൻ സോയ ചങ്ക്സ്, നമ്മളുടെ സോയാബീൻസ് അതെടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് കറി പോലെ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിന് വേണ്ടി പട്ട, ഇത് സവാള അരച്ചത്, തക്കാളി അരച്ചത്, പിന്നെ അത് കഴിഞ്ഞിട്ട് സോയ വെള്ളത്തിയിട്ടത്, എന്നിട്ട് പട്ടയും ഇതെല്ലാം ഓയിലിൽ വരട്ടി, ഉള്ളിയും വരട്ടി ഒരു ചെറുതായിട്ട് സോയ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സോയ വെള്ളത്തിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ കുക്കറിലാകുമ്പോഴത്തേക്ക് ഒരു വിസിലടിക്കുമ്പോൾ നല്ല സോഫ്റ്റായിരിക്കും. അതുകൊണ്ട് അന്ന് സോയ കറി വെച്ചത് വേറെ സ്റ്റൈലിലാണ്, ഇത് വേറൊരു സ്റ്റൈൽ നമ്മളുടെ. എന്നിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ഇട്ട് ഇളക്കി അതൊന്നും പച്ചമണം മാറുന്നത് വരെ കിണ്ടി കൊടുക്കണം. എന്നിട്ട് നല്ല മൂത്ത് വരുമ്പോഴത്തേക്കും തക്കാളിയുടെ പേസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുക്കണം. അത് ചേർത്തതിന് ശേഷം അതും കുറച്ച് ഇളക്കിയിട്ട് നമ്മൾ സോയ വെള്ളത്തിൽ ഇട്ടിരുന്ന് അതിനെ പിഴിഞ്ഞ് നല്ല വെള്ളമൊക്കെ തോർത്ത് എടുത്തിടണം. ഞാനത് ഒരു വെള്ളത്തിൽ കഴുകി നല്ല വൃത്തിയായി കഴുകി മാറ്റി വെച്ചിരുന്നതാണ് കേട്ടോ. എന്നിട്ട് അതിനെ പരട്ടി എടുത്ത്, എന്നിട്ട് അതിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒരു വിസിലടുപ്പിച്ചപ്പോൾ പുട്ടിന് ഒരു കറി തയ്യാറായി. പെട്ടെന്നൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. ഇതൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.